ആദ്യമായി ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് ഷെർലി രാജനാണ്. ഞാൻ ട്രിവാൻഡ്രം കൊടുങ്ങാനൂരിൽ നിന്ന് വരികയാണ്. ഞങ്ങൾ അമ്മ മാതാവിൻ്റെ തിരുസന്നിധിയിൽ വരുന്നത് ഒത്തിരി ദൈവം എങ്ങനെ ഞങ്ങളിവിടെ എത്തിച്ചെന്ന് ഞങ്ങൾക്ക് പറയാനറിയില്ല. കാരണം പല പ്രാവശ്യം ഇവിടുത്തെ കൃപാസനത്തിലെ പത്രം ഞങ്ങളുടെ കയ്യിൽ കിട്ടിയെങ്കിലും ഞങ്ങൾ അത് ജസ്റ്റ് ഒന്ന് നോക്കും, കൊണ്ടുവന്ന് അവിടെ മേശപ്പുറത്ത് വയ്ക്കും. പിന്നീട് ഞാൻ എപ്പോഴും ഹസ്ബൻഡിനോട് പറയും, നമുക്കിത് ഒന്ന് നോക്കണം, നമ്മുടെ കയ്യിൽ ഇത് പല പ്രാവശ്യം കിട്ടിയല്ലോ എന്ന് പറയും. പക്ഷേ അതിനൊരു ശ്രദ്ധ കൊടുത്തില്ലായിരുന്നു. 2020 ജനുവരി ആയപ്പോൾ എൻ്റെ മൂത്ത മകൻ സെമിനാരിയിലാണ്, 9ാം വർഷം വൈദിക വിദ്യാർത്ഥിയാണ്. അപ്പം ഞാൻ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഭയങ്കര അസ്വസ്ഥത, എന്തോ മോൻ എന്തൊക്കെയോ ബുദ്ധിമുട്ട്, വിഷമം, ഇങ്ങനെയൊക്കെ എനിക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, എന്തോ കൊച്ചിനെന്തോ ആപത്ത് പോലെയാണ്, അവൻ നല്ല പഠിക്കുകയും പ്രാർത്ഥിക്കുകയും അവൻ്റെ ഇഷ്ടത്തോടു കൂടി പോയതാണ്. ഓരോ പ്രാവശ്യം അവൻ ലീവിന് വരുമ്പോഴും സാധാരണ കുഞ്ഞുങ്ങൾ വീട്ടിൽ നിൽക്കാനായിട്ടൊക്കെ ആഗ്രഹിക്കും, പക്ഷേ ഇവൻ കൂടുതലും അവിടെ ഇടവക പള്ളിയിലായിരിക്കും. അവന് രാത്രിയായിരിക്കും ജസ്റ്റ് ചിലപ്പം വരുന്നത്. അത്ര ആഗ്രഹവും താല്പര്യവുമായിട്ട് നിൽക്കുന്നൊരു കുഞ്ഞാണ്. അപ്പം ഞാൻ പറഞ്ഞു, എന്തോ ഒരു ആപത്ത് ഞാൻ ഇങ്ങനെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നു, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ജനുവരി ഞങ്ങൾ ആദ്യത്തെ പ്രാവശ്യം 2020 ആദ്യം ഈ പത്രം എടുത്ത് ഞങ്ങൾ വീണ്ടും ഞങ്ങൾ വായിക്കാൻ തുടങ്ങി. അപ്പോഴതിൽ ഒരു ഉടമ്പടിയെക്കുറിച്ചും മറ്റു കാര്യങ്ങളെല്ലാം പറയുന്നു. അപ്പോഴാണ് മോൻ വിളിച്ചിട്ട് പറയുന്നു, മമ്മി ഇവിടെ ഒത്തിരി ശരിക്കും ഭയങ്കര സങ്കടമാണ്, എന്താണെന്ന് അറിയില്ല, കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു, എന്നാൽ ഞാനൊന്നും ചെയ്തിട്ടില്ല, ഇങ്ങനെയൊക്കെ സങ്കടം, അവർ കരയുന്നു. ഇത്രയും വർഷമായി, 9ാമത്തെ വർഷമാണ്, അവൻ ഭയങ്കരമായിട്ട് കരയുന്നു. അപ്പം ഞാൻ പറഞ്ഞു, മോനെ ഒന്നുമില്ല, ഞങ്ങൾ പ്രാർത്ഥിക്കാം, നമുക്കിതാ ഇപ്പോഴ് ഇങ്ങനെ കൃപാസനം മാതാവ് ഇങ്ങനെ കൃപാസനം എന്ന് പറഞ്ഞ് നമുക്കൊരു ഇത് കിട്ടി. ഞങ്ങൾ മാതാവിനെ ഒത്തിരി, അല്ലെങ്കിലും അവനറിയാം ഞങ്ങൾ മാതാവിനെ നെഞ്ചോട് ചേർത്ത് ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നതാണ്, ജപമാല ചൊല്ലി. മാതാവ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് ഇത് തന്നെ കിട്ടിയപ്പോഴത്തേക്കും ഇവിടെ മാതാവിൻ്റെ ഒരു ഇത് കിട്ടിയോ, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം, മോൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോയിക്കോ എന്ന് പറഞ്ഞ് കുറച്ച് വചനമൊക്കെ പറഞ്ഞു കൊടുത്ത് ശക്തിപ്പെടുത്തി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇത് വായിച്ചപ്പോഴത്തേക്കാണ് ഇവിടെ ഉടമ്പടി എടുക്കുന്നതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലായി. ഞങ്ങളിവിടെ വിളിച്ചു, അവർ പറഞ്ഞു നിങ്ങൾ അടുത്ത ദിവസം തന്നെ വാ. കാര്യം പറഞ്ഞപ്പോഴത്തേക്കും അവർക്കും സീരിയസ് ആണെന്ന് മനസ്സിലായി, ഉടനെ വാ എന്ന് പറഞ്ഞു. ഞങ്ങൾ ബുധനാഴ്ച ജനുവരി 5, 2020 ഞങ്ങളിവിടെ വന്ന് രണ്ടുപേരും കൂടെ ഒന്നും അറിയത്തില്ല, ഒന്നും ഇവിടെ സ്ഥലവും ഒന്നും അറിയത്തില്ല, ഞങ്ങളിങ്ങനെ നോക്കി വന്നു. ഇവിടെ എത്തി വന്നപ്പോഴത്തേക്കും ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ദിവ്യബലിയാണ്. അതിൽ കണ്ണുനീരോടുകൂടി കുഞ്ഞ് പറഞ്ഞതെല്ലാം സമർപ്പിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഉടമ്പടി എടുത്തു. അതിൽ ആദ്യത്തെ നിയോഗം മോന് വേണ്ടിയിട്ടായിരുന്നു. അവന് വിശുദ്ധനായൊരു വൈദികനാവണം, അതാണ് അവൻ്റെ ആഗ്രഹം. അത് മാതാവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചു. കാരണം കാനായിലെ കല്യാണ വിരുന്നിൽ അമ്മയും ഈശോയും അവിടെ ചെന്നപ്പോൾ ആ കുടുംബം ലജ്ജിച്ചു പോകാൻ അമ്മ അവിടെ അനുവദിച്ചില്ല. തിരുക്കുമാരനോട് അവിടെ പറഞ്ഞപ്പോൾ അവിടെ വലിയ അത്ഭുതം നടന്നു. അതെനിക്ക് എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ ഞാൻ മോൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, മോനെ പേടിക്കണ്ട, കാനായിലെ ആ സംഭവം ഞാൻ പറഞ്ഞു അവനോട്, നീ ധൈര്യമായിട്ടിരിക്കുക, പരിശുദ്ധ അമ്മ മാതാവ് ഇടപെടും, അവിടെ വരും, സഞ്ചാരി മാതാവ്. ഇതെല്ലാം ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, സഞ്ചാരി മാതാവാണ് അമ്മ. നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എലീശമ്മയുടെ അടുത്ത് അമ്മ പോകുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നപ്പോഴത്തേക്കും അതിൻ്റെ പ്രാധാന്യം എല്ലാം മനസ്സിലാകുന്നതും ഇങ്ങനെ. അപ്പോൾ ഞാനെല്ലാം മോനോട് പറഞ്ഞ് ശക്തിപ്പെടുത്തും. അവൻ കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിക്കും. ദൂരത്താണ്. അപ്പം ഞങ്ങൾ വേദനിക്കുന്ന വേദന അനുഭവം, രാത്രിയിലൊക്കെ ഞങ്ങൾക്ക് ഉറക്കമില്ല, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉണർന്നിരുന്ന് ഇങ്ങനെ ജപമാല ചൊല്ലും, പ്രാർത്ഥിക്കും. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കാണ് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ആരാധനയെക്കുറിച്ചും ഈ സാക്ഷ്യങ്ങൾ, അച്ഛൻ്റെ പ്രസംഗം യൂട്യൂബിലെടുത്ത് ഞങ്ങൾ കേൾക്കാൻ തുടങ്ങി. രാത്രി ഉറങ്ങണമെങ്കിൽ ഇത് കേൾക്കണം എനിക്ക്, അല്ലെ എപ്പോഴോ ഞാൻ ഉറങ്ങും. അത്ര ഞങ്ങൾ വേദനിച്ച്, എന്ന് വെച്ചാൽ അവൻ നന്നായിട്ട് പഠിക്കും, യൂണിവേഴ്സിറ്റി 1ാം റാങ്ക് ആയിരുന്നു, അവിടെ ആയാലും എല്ലാ പരീക്ഷയ്ക്കും എല്ലാം. അപ്പം സ്പിരിച്വൽ ഫാദർ എല്ലാം പറയും, നല്ല കുഞ്ഞാണ്. അപ്പോൾ ഇങ്ങനെ സംഭവിച്ച എന്താ, ഇങ്ങനെ ഞങ്ങൾക്ക് ഭയങ്കര വിഷമം. പക്ഷേ ഞങ്ങൾ ഉടമ്പടി എടുത്തതിൻ്റെ ധൈര്യം, കാരണം ഒരു ദിവസത്തെ പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട അച്ഛൻ പറയുന്നുണ്ട്, ആരും ഒന്നും കണ്ട് പേടിച്ച് പോകാതെ. കാരണം അതിൽ പറഞ്ഞ അനുഭവം ഇതായിരുന്നു. ഞങ്ങൾ രാത്രി പുറത്ത് മഞ്ഞത്ത് വന്നിരുന്നത് യൂട്യൂബിൽ കേട്ടുകൊണ്ടിരിക്കുക. ഞാൻ അന്നേരം അച്ഛൻ ഇങ്ങനെ പറയുകയാണ്, ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയ ഒരു ചേച്ചി വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും കാണുന്നത് അവിടെ ജപ്തി നോട്ടീസ് ഒട്ടിച്ചിരിക്കുന്നു. അപ്പം പുള്ളി കരഞ്ഞു വിളിച്ചുകൊണ്ട്, ഞാൻ ഇത് ഉടമ്പടി എടുത്തല്ലോ, പിന്നെ ഇതെന്താ സംഭവിച്ചത്? അപ്പോൾ അച്ഛൻ ധൈര്യമായിട്ട് പറയുകയാണ്, നിങ്ങൾ ധൈര്യമായിരിക്കുക, അതൊക്കെ വെറും പരീക്ഷണങ്ങളാണ്. നമ്മൾ അതിനേക്കാൾ അപ്പുറമായിട്ട് നമ്മൾ വിശ്വാസത്തോടെ നമ്മൾ
പ്രാർത്ഥിച്ച് മുന്നേറണമെന്ന്. പക്ഷെ അതെനിക്ക് ഭയങ്കര ശക്തി. അപ്പോൾ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് കൂടുതലൊന്നും പറയത്തില്ല, കൂടുതൽ പറയത്തില്ല, വേദനയോടെ പ്രാർത്ഥിക്കും. അപ്പം ഞാൻ അങ്ങോട്ട് പറയുകയാണ്, നോക്ക് അച്ഛൻ പറയുന്ന കേട്ടോ, അതുപോലെ തന്നെ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് മുന്നോട്ട് പ്രാർത്ഥനയോടെ തന്നെ പോകണം, മോനൊന്നും സംഭവിക്കില്ല. പക്ഷെ ഇതിൽ പറഞ്ഞതുപോലെ ഫെബ്രുവരി 16 ജനുവരി 5 ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നു. ഫെബ്രുവരി 16 കുഞ്ഞ് തിരികെ വരുന്നു, 9ാമത്തെ വർഷം. അപ്പോൾ കുഞ്ഞ് ഭയങ്കരമായ കരച്ചിൽ. എന്താ എൻ്റെ അടുത്ത് ഇങ്ങനെ സംഭവിച്ചു, എനിക്കിങ്ങനെ സംഭവിച്ചു, എന്താ കാര്യവും പറഞ്ഞിട്ടില്ല. പിന്നീട് ഞങ്ങൾ കാര്യമൊക്കെ അറിയുന്നത് അവിടെ കുഞ്ഞുങ്ങൾ എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. പക്ഷേ ഞാൻ പറഞ്ഞു, മോനെ അതല്ല, ഇതൊന്നും നമ്മുടെ വിഷയമല്ല. മോനെ വിശുദ്ധനായൊരു വൈദികനാണോ എന്ന് ആഗ്രഹമുണ്ട്, ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. എങ്കിൽ ഞങ്ങൾ അമ്മ മാതാവിൻ്റെ മുൻപിൽ ഇപ്പോഴും ഞങ്ങൾ അവിടെ കൊണ്ടുപോയെങ്കിൽ, ജനുവരി 5 അവിടെ കൊണ്ടുപോയെങ്കിൽ പൂർണ്ണമായിട്ടും അത് സാധ്യമാകും. എനിക്ക് വിശ്വാസമുണ്ട്. നീ സമാധാനമായിട്ടിരിക്കും. ഇനി ഈ ലോകത്ത് നമ്മളെ ആര് കൈവിട്ടാലും സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന പരിശുദ്ധ അമ്മയാണ്. അപ്പോൾ ഒത്തിരി അനുഭവങ്ങളും സാക്ഷ്യങ്ങളും ഇങ്ങനെയൊക്കെ. ഞങ്ങൾ റെസ്റ്റില്ല. ഞാൻ കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ട് നിന്നാലും ഈ അച്ഛൻ്റെ പ്രസംഗം വയ്ക്കും, ആരാധന വയ്ക്കും. ഇത് അവരുടെ സാക്ഷ്യങ്ങൾ ഇവിടെയൊക്കെ പറയുന്ന സാക്ഷ്യങ്ങൾ വയ്ക്കും. അപ്പോൾ എന്നെ ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഈ രീതിയിലാണ് പ്രാർത്ഥിക്കുന്നത്, ഞങ്ങൾ ഉടമ്പടി എടുത്തു. പക്ഷെ അവൻ കരയും, ഭയങ്കരമായിട്ട് കരഞ്ഞ് ഭയങ്കരമായിട്ട് അവൻ തളർന്നു. ഒരു മരണ വീട് പോലത്തെ ഒരവസ്ഥ. ഇളയാൾ +1 അന്ന് പഠിക്കുകയാണ്. അപ്പോൾ അവൻ കുഞ്ഞുനാൾ മുതൽ ഞങ്ങൾ 4 പേരും നിത്യം ദിവ്യബലി മുടക്കത്തില്ല. അപ്പോൾ ഈ ഇളയ ആളും ഞങ്ങളോടൊപ്പം വരികയും നിത്യം ദിവ്യബലിക്ക് പങ്കെടുത്ത് ഓർഗൻ വായിച്ച് പാടിയിരിക്കുന്ന കുഞ്ഞ് ഞങ്ങളടുത്ത് പറയണം, ഒരു തെറ്റും ചേട്ടൻ ഇത് സംഭവിച്ചെങ്കിൽ പിന്നെ എന്തോന്ന്, ഞാൻ ഇനി പള്ളിയിൽ വരുന്നില്ല ഇങ്ങനെ. അപ്പോൾ ഞാൻ നോക്കിയപ്പം ദൈവമേ, ഇതെന്തോന്ന് പരീക്ഷണം. ഇത് 2 മക്കളുടെയും വിശ്വാസത്തെ ഭയങ്കരമായിട്ട് പിടിച്ചുലയ്ക്കുന്നൊരു പരീക്ഷണമാണ്. പക്ഷേ എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ പറഞ്ഞു, ഇല്ല മോനെ, ഞങ്ങൾ അവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ മോനെ ഈ വർഷം തന്നെ ഇവിടെ വന്നതുപോലെ തന്നെ ഈ വർഷം തന്നെ നീ വീണ്ടും തിരിച്ച് സെമിനാരിയിലേക്ക് പോകും, നിൻ്റെ ആഗ്രഹം തന്നെ നടക്കും എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ 2 പേരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ലോക്ക്ഡൗൺ തുടർന്ന് ലോക്ക്ഡൗൺ. ഞങ്ങളുടെ വീട് മരണാവസ്ഥ. ഞങ്ങളാകെ വേദനിച്ചിങ്ങനെ ദുഃഖം. പക്ഷെ ഒരു ചലനവും വരുന്നില്ല, മുന്നോട്ടൊരിതും വരുന്നില്ല. പക്ഷെ എന്നിട്ടും ഞങ്ങൾ തളർന്നില്ല. ഞങ്ങൾ യൂട്യൂബിലൂടെ ഇതിങ്ങനെ നിരന്തരം ഇവിടെ വരാൻ പറ്റുന്നില്ല എങ്കിലും ഞങ്ങൾ ഇവിടെ പറയുന്ന സാക്ഷ്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു, ഇതെല്ലാം ഞങ്ങൾ കേട്ട് ധൈര്യത്തോടു കൂടി പക്ഷെ അവൻ കരഞ്ഞ് തളർന്ന് കുഴഞ്ഞു പോകുന്നു. പക്ഷെ അങ്ങനെ ഇരിക്കാൻ ഞാൻ ചേട്ടനോട് പറഞ്ഞു, അങ്ങനെ സ്പിരിച്വൽ ഫാദർ ഞങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, അതാണ് ആദ്യത്തെ തുടക്കം. പറഞ്ഞു, ആ കുഞ്ഞ് തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഇതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും അമ്മയുടെ ആ ഇടപെടൽ അന്ന് മുതലാണ് ഇത് ആരംഭിക്കുന്നത്. പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് അതിന് ഞങ്ങളെടുത്ത് പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിരിക്കും, ഞാൻ വരുന്നുണ്ട്, നമുക്ക് 1-2 പേരെ കാണണം, അവനെ മറ്റ് കാര്യങ്ങൾ ജോയിൻ ചെയ്യിപ്പിക്കേണ്ടതൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നോക്കിയേ ഇത്. അപ്പോൾ എന്നിട്ടും അവൻ പറഞ്ഞു, ഇല്ല മമ്മി, നോക്കിയേ എനിക്ക് എഴുതിയിരിക്കുന്ന റിപ്പോർട്ട്, അത് എനിക്കിങ്ങനെ ഒരു റിപ്പോർട്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ, അത് ഈ ലോകത്തിൽ ഉള്ളവരെഴുതിയതല്ലേ, മാതാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ട് സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ മുൻപിലുണ്ട്, നീ സമാധാനമായിരിക്കും. ഞങ്ങൾ ഉടമ്പടി എടുത്ത് എന്തോന്നിനാ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇവിടെ നിരന്തരം വിളിക്കും, സമാധാനമില്ല. ഇവിടെ വിളിക്കുമ്പോൾ ഇവിടെ എന്നോട് പറയും, ഒത്തിരി പ്രാർത്ഥനകൾ തന്നു. ആ പ്രാർത്ഥനകളൊക്കെ എനിക്കുണ്ട്, ഇപ്പോൾ എല്ലാം മനപ്പാടമാണ്. അപ്പോൾ ഒത്തിരി വചനങ്ങൾ തന്നു. ഇതെല്ലാം വചനമൊക്കെ ഞങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കും. സമ്പൂർണ്ണ ജപമാലയായിട്ടല്ല, ഞങ്ങൾ വചന ജപമാല ചൊല്ലാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു ദിവസം അച്ഛൻ എന്നിട്ട് പറയും, ഒരു വ്യത്യാസവും ഇല്ലല്ലോ, ഇതൊന്നും അങ്ങോട്ട് മുന്നോട്ട് ഇതാവുന്നില്ല. അപ്പോൾ ഒരു ദിവസം അച്ഛൻ വീണ്ടും പ്രസംഗത്തിൽ പറയണം, ഒന്നും നടക്കുന്നില്ല, നമ്മൾ നിരാശപ്പെട്ട് വേദനയിൽ ദുഃഖത്തിലിരിക്കുമ്പോഴത്തേക്കും ഒരു പ്രസംഗത്തിൽ പറയുകയാണ്, വാതിലടയ്ക്കൂ, പ്രാർത്ഥിക്കൂ. എന്നിട്ട് അച്ഛൻ്റെ അനുഭവവും കൂടി അതിൽ പറയുകയാണ്. ഞങ്ങൾ ശരിക്കും അത് നന്നായിട്ട് ഞങ്ങൾക്ക് എഫക്റ്റ് ചെയ്തു. ഞങ്ങളത് വീണ്ടും ഇട്ട് കേൾക്കാൻ തുടങ്ങി. പക്ഷെ കൊച്ചതൊന്നും കേൾക്കാൻ തയ്യാറല്ല. കാരണം എനിക്കിത് സംഭവിച്ചു, കണ്ണുനീരിങ്ങനെ രാത്രിയിലും പകലിലും ഉറക്കമില്ല. വന്ന് ഈശോയുടെ തിരുഹൃദയം, ഞങ്ങളൊരു അൾത്താര പോലെ തിരുഹൃദയം വെച്ചിട്ടുണ്ട്, അവിടെ വന്ന് ആ ഒരു ഇരിപ്പിരിക്കും, കഴിപ്പില്ല കുടിപ്പില്ല, ഞങ്ങളാരും ഇതിൽ നോക്കി ഇങ്ങനെ ഇരുന്ന് കരഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം അച്ഛൻ ഈ പറഞ്ഞ അച്ഛൻ്റെ അനുഭവം കൂടെ ഇതിൽ പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ദൈവം പിന്നെ നമ്മളൊക്കെ ഒന്നുമല്ല. അപ്പം ഞാൻ പറഞ്ഞു, കൂടുതൽ നമ്മൾ പ്രാർത്ഥിക്കണം, അതാണ് ഇതിൽ
നമുക്ക് കിട്ടുന്ന സന്ദേശം വീണ്ടും വീണ്ടും ഇട്ട് കേട്ടു ആ പ്രസംഗം. കേട്ടിട്ട് ഞങ്ങൾ ദൈവമേ, ഞങ്ങൾ ഇവിടെ നിന്ന് തന്ന വചനങ്ങൾ, ഇവിടെ നിന്ന് പറഞ്ഞു തന്ന വചനങ്ങൾ ഒത്തിരി ഭയങ്കര ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? ഒത്തിരി വചനങ്ങൾ. എന്നാൽ വീരയോദ്ധാവിനെ പോലെ കർത്താവിൻ്റെ പക്ഷത്തുണ്ട്, അതിനാൽ എൻ്റെ പീഡകർക്ക് കാലിടം, അവർ എൻ്റെ മേൽ വിജയം വരികയില്ല. വിജയിക്കാതെ വരുമ്പോൾ അവർ വല്ലാതെ ലജ്ജിക്കും, അവർക്കുണ്ടാകുന്ന നിത്യമായ അവമാനം ഒരിക്കലും വിസ്മരിക്കപ്പെടുകയില്ല. ഇങ്ങനെ വചനം പറഞ്ഞ് ഞങ്ങൾ അങ്ങ് ജപമാല, സമ്പൂർണ്ണ ജപമാല ചൊല്ലും. ഇവിടുന്ന് പറയുന്ന പ്രാർത്ഥനകൾ 33 വിശ്വാസ, ഞങ്ങൾ ഒരിക്കലും റെസ്റ്റില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിനപ്പുറം അതിനോടൊപ്പം ഇവിടുത്തെ പ്രസംഗവും സാക്ഷ്യങ്ങളും ഇട്ട് കേൾക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടുന്ന് അച്ഛൻ വന്നു. ഒരിടത്ത് ഭയങ്കര അത്ഭുതം, എല്ലാം ശരിയായെന്ന് പറഞ്ഞു. ഇവനെ കൊണ്ടുപോകാനായിട്ട് ഞങ്ങളെല്ലാവരും ഒരുങ്ങുന്നു, എല്ലാം ചെയ്യുന്നു. ആ സമയത്ത് ഞങ്ങൾ പകുതി ദൂരം വരുമ്പോഴത്തേക്കാണ് പറയുന്നത് വീണ്ടും പിതാവിൻ്റെ ലെറ്റർ വേണം, ഇല്ലാതെ പറ്റത്തില്ല എന്ന്. അപ്പോൾ അതൊരു വലിയൊരു പരീക്ഷ എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുങ്ങി വരികയാണ്. അപ്പോൾ ഇവൻ പൊട്ടി കരഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ഇതെങ്ങനെയാണ് സംഭവം. ഞാൻ പറഞ്ഞില്ല മോനെ, നമ്മൾ കൃപാസന അമ്മയുടെ മുൻപിലാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ നിയോഗം ഇതാണ്, ഇതൊന്നുമില്ല, നീ ഇതൊന്നും കൊണ്ട് പേടിക്കണ്ട, ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഇതെല്ലാം മാറിപ്പോകുമെന്ന്. ഞങ്ങൾ അങ്ങനെ വീണ്ടും ഞങ്ങൾ തിരിച്ചു പോയി. അച്ഛനങ്ങ് പോവുകയും ചെയ്തു. ഞങ്ങൾ വീണ്ടും പ്രെയറാണ്, പ്രാർത്ഥനയോടെ ഞങ്ങൾ രാത്രി ഉറക്കമില്ലാതെ ഞങ്ങൾ ഇവിടുത്തെ സാക്ഷ്യം കേൾക്കും, പ്രാർത്ഥിക്കും, ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അച്ഛൻ വീണ്ടും പ്രസംഗത്തിൽ ഞങ്ങൾ ശക്തിപ്പെടുത്തുന്നു. നമുക്കിപ്പോൾ നടക്കുന്നില്ല, ഇതൊന്നും നടക്കുന്നില്ല, നമ്മൾ ഉടമ്പടി എടുത്ത് നിരാശപ്പെടണം, ഇങ്ങനെ ഇരിക്കുന്നു. പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ശക്തി എന്ന് വീണ്ടും പറയുന്നു. അപ്പം ഞങ്ങൾ ഓരോരോ പ്രാർത്ഥനകൾ രാത്രിയുടെ യാമങ്ങളിലൊക്കെ വെളുപ്പാൻ രാവിലെ 3 മണിക്ക് എഴുന്നേക്കും. ഇങ്ങനെയൊക്കെ പ്രാർത്ഥന അങ്ങ് തുടങ്ങി. 3 മണിക്കൊക്കെ വെളുപ്പാൻ രാവിലെ എഴുച്ച് പ്രാർത്ഥിക്കും. 5:30 ഇവിടുത്തെ പ്രത്യക്ഷീകരണ പ്രെയർ ചൊല്ലും. രാത്രി ആയാൽ ഇങ്ങനെ വചനം വായന, ഇങ്ങനെയൊക്കെ ഞങ്ങൾ ഇതിനോടൊപ്പം ചേർന്ന് നിന്നു. പിന്നെ മാത്രമല്ല, ഇവൻ തളർന്നു പോയപ്പോഴത്തേക്കും ഞാൻ ഇവിടെ നിന്ന് വെഞ്ചരിച്ച് തന്ന തേന്, ഉപ്പ്, ഉടമ്പടി തൈലം, ഇതെല്ലാം ഞാൻ ഇവൻ അറിഞ്ഞുകൊണ്ട് ഒന്നും കഴിക്കാൻ, അത്രയ്ക്ക് അവന് എന്തോ ഒരു വിഷമവും എന്തൊക്കെയോ ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലെല്ലാം ഒഴിച്ച് കൊടുക്കും, ഉള്ളിൽ കൊടുക്കും. അങ്ങനെ ഈ കുഞ്ഞിനെ ശക്തീകരിച്ച് ഞാൻ പറഞ്ഞു, നീ പ്രാർത്ഥിക്കുക. അവന് പ്രാർത്ഥിക്കാൻ കഴിയില്ല, പക്ഷേ അച്ഛൻ പറയുന്നുണ്ട് പ്രാർത്ഥിക്കാൻ സാധിച്ചില്ലെങ്കിലും ആ സമയത്ത് ഞാൻ ഹസ്ബൻഡിനോട് പറയും, നമുക്ക് പ്രാർത്ഥിക്കാം, അവനെ താങ്ങിക്കൊള്ളും കർത്താവ്, പരിശുദ്ധ അമ്മ കൂടെ ഉണ്ടാവും. ഇങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ജൂലൈ ഭയങ്കരമായ അത്ഭുതം. ഞങ്ങൾ എന്ത് ചെയ്തു, അന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയെങ്കിലും അവിടെ ചെന്ന ഉടനെ ഞങ്ങൾക്ക് തോന്നി കൃപാസനത്തിൽ ഇവിടെ വരണം. പക്ഷേ ലോക്ക്ഡൗൺ ആണ്, നമുക്ക് വരാൻ പറ്റത്തില്ല. മോൻ പറഞ്ഞ് വരാൻ പറ്റത്തില്ല, എല്ലായിടും ബ്ലോക്ക് ചെയ്യും, നമ്മുടെ കാർ വിടത്തില്ല. ഞാൻ പറഞ്ഞില്ല മോനെ. പക്ഷേ അവൻ വന്നില്ല, ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ഈ പലയിടത്തും ബുദ്ധിമുട്ടുണ്ടായെങ്കിലും ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവിടെ ഒട്ടും കയറ്റത്തില്ല, ഇങ്ങോട്ടൊന്നും സെക്യൂരിറ്റി അനുവദിക്കത്തില്ല. പക്ഷേ ഞങ്ങൾക്ക് മാതാവിൻ്റെ മുൻപിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് ആശ്വാസമായി. അവിടെ വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങളിവിടെ അൾത്താരയിൽ നോക്കി ഞങ്ങളെല്ലാം അവനെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചു. ആ നിയോഗം അങ്ങ് സമർപ്പിച്ചു. ധൈര്യമായിട്ട് ഇങ്ങനെ ഞങ്ങൾ പുറത്ത് നിന്നു. എന്നിട്ട് ഞങ്ങൾ ചോദിച്ചു, അച്ഛനെ ഒന്ന് കാണാവോ? കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാഹചര്യം അതാണ്, നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഞങ്ങൾ എവിടെ പോയി ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങൾ ട്രിവാൻഡ്രത്തുള്ളതാണ്. ഞങ്ങൾ ഇവിടെ ചോദിച്ചു, അച്ഛൻ്റെ ഇടവ പള്ളി എവിടെയാണ്? അവിടെ ഞങ്ങൾ അന്വേഷിച്ച് പോയി, വഴി ചോദിച്ച് അവിടെ പോയി. അവിടെ ചെന്നപ്പോൾ എല്ലാം പൂട്ടിയിട്ടിരിക്കുന്നു. നിരാശപ്പെട്ടില്ല. ഞാൻ പറഞ്ഞു, നമ്മൾ അച്ഛനെ കണ്ടില്ല എന്നല്ലേ ഉള്ളൂ, നമുക്ക് മാതാവ് കൂടെയുണ്ട്, നമുക്ക് സന്തോഷമായിട്ട് തിരികെ പോവാം, അവൻ്റെ കാര്യം എല്ലാം ശരിയാവും. ഇവിടെ വന്ന് 6:30 മണിക്ക് ഞങ്ങൾ തിരികെത്തിച്ച് വൈകിട്ടത്തെ പ്രാർത്ഥനയും ചൊല്ലി ഞങ്ങൾ കാറിൽ കയറി. തിരിച്ച് ആലപ്പുഴ വിട്ടില്ല, ഞങ്ങൾ ജപമാല ചൊല്ലി തുടങ്ങി. ഇവിടെ നിന്ന് കയറിയപ്പോഴേ ആലപ്പുഴ വിട്ടില്ല. അതിന് മുൻപേ ഫോൺ കോൾ, അന്ന് രാവിലെ പറ്റത്തില്ല എന്ന് പറഞ്ഞെടുത്തുനിന്ന് വിളി വരുന്നു, മോനെ കൊണ്ടു ചെല്ലാനായിട്ട്, ലെറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല, കൊണ്ടു ചെല്ലാനായിട്ട്. അമ്മയുടെ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ അമ്മയും ഈശോയും ആ വാഹനത്തിലുള്ളത്. അപ്പം ഞാൻ ആ കുഞ്ഞിനൊരു ഭക്ഷണം പോലും വെക്കാതെ ഞങ്ങളിഞ്ഞ് പോകുന്നത്, അവൻ്റെ വേദന ഒന്നും ഞങ്ങൾ തിരിഞ്ഞു നോക്കിയില്ല. പക്ഷെ അമ്മ മാതാവൻ തിരുക്കുമാരൻ ഈ ഞങ്ങളുടെ വാഹനത്തിലുണ്ട്, ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ദൈവമേ, ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തോത്രം പറഞ്ഞ് എല്ലാം പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു കഴിഞ്ഞ് ജോമാല വീണ്ടും തുടങ്ങാൻ പോയപ്പോഴത്തേക്കും വിളിച്ചു പറയുന്നു, 2 പിതാക്കന്മാരും മോന് ലെറ്റർ തരാൻ തയ്യാറാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇതെല്ലാം എത്ര വലിയ അത്ഭുതം. ഞങ്ങൾ ഭയങ്കര സന്തോഷത്തോടെ പിന്നെ ഞങ്ങൾ ഇറങ്ങി കാപ്പി ഓടിച്ചു. ഞങ്ങൾ വീട്ടിലെത്തി. വീട്ടിൽ ചെന്നപ്പോൾ അവൻ കുഴഞ്ഞ് കിടക്കുകയാണ്, ആ സെറ്റിൽ തന്നെ കിടക്കുകയാണ്. ചെന്ന് കയറി ഉടനെ ചോദിച്ചു, അച്ഛനെ കണ്ടോ എന്ന് ചോദിച്ചു. ഒരു ചിരിയോട് കൂടി ചോദിച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞു, മോനെ അച്ഛനെ കണ്ടില്ല, പക്ഷെ ഞങ്ങൾ മാതാവിനെ കണ്ടു, അമ്മ മാതാവും തിരുക്കുമാരനും നമ്മളോടൊപ്പം വന്നിട്ടുണ്ട്, നിൻ്റെ കാര്യങ്ങളെല്ലാം ശരിയാവും. അതെന്താണ്? അത് ഇന്ന സ്ഥലത്ത് ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും ആലപ്പുഴ വിട്ടില്ല, അതിന് മുൻപേ തന്നെ ഞങ്ങൾക്ക് കോൾ വന്നു മോനെ കൊണ്ട് ചെല്ലാനായിട്ട്.
എന്ന് പറഞ്ഞു. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് നിന്നു. എന്നിട്ട് ഞങ്ങളുടെ അനുഭവങ്ങളെല്ലാം ഞങ്ങൾ പറഞ്ഞു, ഇങ്ങനെ ഉണ്ടായത് അമ്മയുടെ ആ സാന്നിധ്യം എല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ ജൂലൈ 12-ാം തീയതി അവനെ ജോയിൻ ചെയ്യിപ്പിക്കാനുള്ള ഇത് ഞങ്ങൾ വിളിച്ചറിയിച്ചു. ഭയങ്കര സന്തോഷമായിരുന്നു. മാത്രമല്ല ഇടവപള്ളിയിലെ അച്ഛൻ അന്നു മുതൽ അവനെ ഭയങ്കര താങ്ങായിട്ട് എല്ലാവരും, അവൻ്റെ മൈനസ് ഡയറക്ടർ, വൈസ് ചാൻസലർ, എല്ലാവരും അവന് താങ്ങായിരുന്നു. എല്ലാ അമ്മ മാതാവിൻ്റെ തിരുക്കുമാരൻ്റെയും സാന്നിധ്യമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഇതിനെല്ലാം ഉപരി ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇവിടെ ലോക്ക്ഡൗൺ ആയിരുന്നെങ്കിലും ഇവിടെ എന്തോ പറയും, ജീവനുള്ള ആരാധന. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ആ ഓരോ പ്രസംഗവും ഞങ്ങളെ ഇങ്ങനെയുള്ള, അപ്പോൾ ഞങ്ങൾക്ക് ഇതാണ് അനുഭവം. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഒത്തിരി പേർക്കത് വലിയൊരു അനുഗ്രഹമായിരുന്നു ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം ശക്തിപ്പെടുത്തി ഞങ്ങളെ. ഇല്ലെങ്കിൽ മരണ വീടായിരുന്നു ഞങ്ങളുടെ. കാരണം മൂത്ത മകനാണ്, 9 വർഷമായി. അവൻ ഇത്രയും ആഗ്രഹിച്ചൊരു കാര്യമാണ് ഇങ്ങനെ സംഭവിച്ചു. പക്ഷേ അവൻ തുടർന്ന് തന്നെ അവന് ഫിലോസഫി കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞു. അവന് തുടർന്ന് മുന്നോട്ട് പോകാനായിട്ട് ഇപ്പം പുറത്തോട്ട് വിടണമെന്നുള്ള ആഗ്രഹവും അവർക്കുണ്ട്. ജർമ്മൻ ഭാഷ പഠിപ്പിക്കുന്നു. ഞങ്ങൾക്കറിയില്ല അമ്മ മാതാവും തിരുക്കുമാരനും എപ്രകാരമാണ് ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് സഞ്ചാരി അമ്മ തന്നെയാണ് തീർച്ചയായിട്ടും. കാരണം ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഞങ്ങൾ ജപമാല ചൊല്ലാൻ ഞങ്ങൾ അവിടെ വന്ന് ഈശോയുടെ മുൻപിൽ മുട്ടുകുത്തുമ്പോൾ ആ സെറ്റിയിൽ അമ്മ വരും, അവിടെ വന്നിരിക്കും. മാത്രമല്ല ഞാൻ നോക്കുമ്പോഴത്തേക്കും ഇവൻ എത്ര തളർന്നിരുന്നാലും അവൻ ശക്തമായിട്ട് ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞങ്ങളോടൊപ്പം അവിടെ വന്നിരിക്കും. അവൻ്റെ മുറിയിൽ അമ്മയുടെ സാന്നിധ്യം, ഇളയ മോൻ്റെ മുറിയിൽ ആ സാന്നിധ്യം ഭയങ്കരമായ അത്ഭുതം. അമ്മ മാതാവും തിരുക്കുമാരനും വന്ന് ഞങ്ങൾ ഈ കൊണ്ടുപോകുന്ന ദിവസം ഇവിടെ വന്ന് ഞങ്ങൾ മാതാവിൻ്റെ മുൻപിൽ തിരികത്തിച്ചു. ഞാൻ ശ്രദ്ധിക്കണം, ഇവരുടെയൊക്കെ വിശ്വാസമാണല്ലോ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടത്. കുഞ്ഞ് ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു, നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഞങ്ങൾ നന്ദി അർപ്പിച്ചു, തിരികെത്തിച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഇവിടുന്ന് പോയി. അപ്പോൾ ഞാൻ ചോദിച്ചു, മോനെ ഇതാരാ ഇത് തന്നതെന്ന് മോന് വിശ്വാസമുണ്ട്? അമ്മ മാതാവും തിരുക്കുമാരനുമാണെന്ന് അവൻ ഏറ്റു പറഞ്ഞു. അങ്ങനെ പോയി. അവൻ ഇപ്പം അവിടെ സെമിനാരിയിലാണ്. അത് 1ാമത്തെ നിയോഗമായിരുന്നു. 2ാമത്തെ നിയോഗം വലിയൊരു പരീക്ഷണമാണ്. കാരണം ഇതിനോടൊപ്പം ഇളയമാൻ്റെ വിശ്വാസമൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു. പിന്നെ പള്ളിയിൽ വരത്തില്ല, വല്ലാത്തൊരിത്. മാത്രമല്ല ഭയങ്കര മുൻകോപം, ഒന്നും അനുസരിക്കില്ല, ഭയങ്കര പ്രശ്നം. പപ്പയോ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ എതിർത്തൊക്കെ സംസാരിക്കുമ്പോൾ പപ്പയ്ക്കും ദേഷ്യം വരും. 2 പേരും കൂടി ആകെ പ്രശ്നം. ഒരു രീതിയിലും രക്ഷയില്ല. ഭയങ്കര വേദനയായി. പഠിക്കത്തില്ല. നല്ല 1ാം റാങ്ക് വാങ്ങി പഠിച്ചുകൊണ്ടിരുന്ന കുഞ്ഞ് പിന്നെ പഠിക്കുന്നത് ഇഷ്ടമില്ല. എൻ്റെ അടുത്ത് പറയും, എനിക്കിനി പഠിക്കാനൊന്നും എനിക്കിഷ്ടമില്ല, എനിക്കിങ്ങനെ ഒരു വണ്ടി വേണം, എനിക്കിങ്ങനെ കറങ്ങി നടക്കണം, ഇങ്ങനെ ഭയങ്കരമായ ഇതെങ്ങനെയുള്ള. അപ്പോൾ ഞങ്ങൾ ശരിക്കും വേദനയിലായിരുന്നു. മാത്രമല്ല 2 പേരും കൂടെ അങ്ങനെ പ്രശ്നമൊക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കര വല്ലാത്ത വിഷമം. ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റത്തില്ല, ഭയങ്കര പ്രശ്നം. പക്ഷെ ഞാൻ ഇതുപോലെ തന്നെ പ്രസംഗം എല്ലാം കേട്ടു, എല്ലാം ഇവിടുത്തെ ഇത് വെച്ച് കേൾക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തു. ഭയങ്കര അത്ഭുതം എന്ന് പറയട്ടെ, ഭയങ്കര അത്ഭുതം. ഇപ്പം 2 പേര് സമാധാനപ്പെടും. ആരെങ്കിലും ഒരാളങ്ങ് ശാന്തരാകും. ഞാൻ ഈ പ്രാർത്ഥിച്ച ഇന്നും ഞാൻ ഈ പ്രാർത്ഥിച്ച തേന്, ഉപ്പ്, ഇതെല്ലാം ഞാൻ അവന് ഉള്ളിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഭയങ്കരമായ അത്ഭുതമാണ്. ശാന്തനായി. വളരെ വ്യത്യാസമുണ്ട്. മാത്രമല്ല പറഞ്ഞു, ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം പറഞ്ഞു, ഞാൻ +2 കഴിഞ്ഞ ഉടനെ IELTS എഴുതാം, പുറത്തേക്ക് പോകാം, പിന്നെ പഠിക്കാം എന്നൊക്കെയുള്ള ഇത് പറഞ്ഞത്. തീർച്ചയായിട്ടും ഇവിടെ നിന്ന് വെഞ്ചരിച്ച സാധനങ്ങളും മാത്രമല്ല അച്ഛൻ്റെ പ്രസംഗം, ഇവിടുത്തെ ആരാധന, ഇതെല്ലാമാണ്. വലിയൊരു അത്ഭുതമാണ് അത് നടന്നത്. അതെല്ലാം പൂർത്തീകരിച്ച് അമ്മ മാതാവ് നടത്തിത്തരുമെന്ന് പൂർണ്ണമായ വിശ്വാസമുണ്ട്. അതുപോലെ 3ാമതായിട്ട് കുടുംബ സമാധാനം തന്നെയാണ് നിയോഗത്തിൽ വെച്ചിരുന്നത്. വളരെയധികം വ്യത്യാസമുണ്ട്. നന്നായി ശരിക്കും സമാധാനമുണ്ട്. ഇപ്പോഴും ഒത്തിരി അമ്മ മാതാവിൻ്റെ ഇടപെടൽ തിരുക്കുമാരൻ അവിടെ ഉണ്ട്. ഞങ്ങൾക്ക് സമാധാനമുണ്ട്. അത് 3ാമത്തെ നിയോഗം. പിന്നെ വെച്ചിരിക്കുന്ന നിയോഗം, എൻ്റെ ഹസ്ബൻഡിന് 25 വർഷമായി ശ്വാസം മുട്ടലുണ്ട്. അത് ഞാൻ ഇനി പെട്ടെന്ന് എനിക്കത് സാധിച്ചു കിട്ടുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് പിന്നെ അതിനപ്പുറമായിട്ട് ഉണ്ടായ ഒരു അത്ഭുത സാക്ഷ്യം എന്ന് പറയുന്നത്, ഇവിടെ അച്ഛൻ ആരാധന നടത്തുമ്പോൾ ഞങ്ങൾ വീട്ടിലാണ്, ട്രിവാൻഡ്രത്ത് വീട്ടിലിരിക്കുമ്പോഴത്തേക്കും അച്ഛൻ പറയുകയാണ്, തടസ്സപ്പെട്ടിരിക്കുന്ന മാർക്ക് ലിസ്റ്റ്, സർട്ടിഫിക്കറ്റ്, മറ്റു കാര്യങ്ങളെല്ലാം ഈ നിമിഷം അത് നടക്കാൻ പോവുകയാണ്. അത് കിട്ടും, ഒരു തടസ്സവുമില്ലാതെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഈ നിമിഷം ഈ അൾത്താരയിൽ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുമെന്ന് നിങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് വിശ്വാസമായി. കാരണം ഇവൻ എഴുതിയ ഫിലോസഫിയുടെ 2 വർഷത്തെ സർട്ടിഫിക്കറ്റ് തരത്തില്ല എന്ന് പറഞ്ഞിരുന്നപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു, കർത്താവ്
അവനും ഭയങ്കര സങ്കടം, ഈ 2 വർഷം ഇനി വീണ്ടും ഒന്നേന്ന് ചെയ്യണമല്ലോ എന്ന് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു, ഒത്തിരി പ്രാർത്ഥിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അച്ഛൻ ഇങ്ങനെ ഈ സന്ദേശം പറയുന്നത്. ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ഞാൻ ശരിക്കും ഉച്ചത്തിൽ ഈ പ്രസംഗം വെച്ചിട്ട് ഇപ്പം ആരാധന വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പിറ്റേന്ന് തന്നെ ഞാൻ വിശ്വാസത്തോടെ ഞാൻ അവിടെ വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്കും അതുവരെ തരത്തില്ല എന്ന് പറഞ്ഞിരുന്നത് അടുത്ത ആഴ്ച തന്നെ അയച്ചു തരാം എന്ന് പറഞ്ഞു. ഭയങ്കരമായ അത്ഭുതമാണ്. എല്ലാം ഫുൾ മാർക്കോട് കൂടി തന്നെ, ഒന്നും കുറച്ചിട്ടില്ല, എല്ലാമായിട്ട് ആ മാർക്ക് ലിസ്റ്റ് ഞങ്ങൾക്ക് കിട്ടി. അടുത്തതായി ഉണ്ടായ ഒരു വലിയൊരു സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ ഏകദേശം 2 വർഷമായി എൻ്റെ ഈ കക്ഷത്ത് ശരിക്കും കുരുക്കൾ, വലിയ വലിയ കുരുക്കൾ വന്നിട്ട് അത് പൊട്ടി ഒലിക്കുമായിരുന്നു. ഭയങ്കര വേദനയാണ്, കൈ പൊക്കാനൊന്നും പറ്റത്തില്ല, ഉടുപ്പിടാൻ പറ്റത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇതിന് കീറേണ്ടി വരും, ഓപ്പറേഷൻ ചെയ്യണം, കൊണ്ട് കാണിക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ഇതിങ്ങനെ പ്രാർത്ഥിക്കും, കൊണ്ട് നടക്കും, വീട്ടിൽ ജോലി എല്ലാം പ്രയാസമായിരുന്നു, ഭയങ്കര പ്രയാസമായിരുന്നു. പക്ഷേ ഒരു ദിവസം ഇതുപോലെ ഞാൻ സങ്കടത്തോടെ വന്നിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അച്ഛൻ ഒരു ഉടമ്പടി ആരാധനയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന ശരീരത്തിൽ ഇങ്ങനെ കുരുക്കൾ പോലെ പൊട്ടി വലിഞ്ഞു കൂടിയിട്ട് അത് പൊട്ടി ഒലിച്ച് സ്മെല്ലുണ്ട്, ഡ്രസ്സ് ഇടാൻ പറ്റുന്നില്ല, വലിയ വിഷമത്തിലാണ് എന്ന് പറഞ്ഞു. അതേ സംഭവം. അപ്പോൾ അവിടെ കൈവച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, ഈ നിമിഷം പ്രാർത്ഥിക്കുക, എന്നിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് അച്ഛൻ ആരാധനയിൽ പ്രാർത്ഥിക്കുന്നു. ഞാൻ ആ ഭാഗത്ത് കൈവച്ച് പ്രാർത്ഥിച്ചു. സത്യം പറഞ്ഞാൽ വൈകിട്ടൊക്കെ ആയപ്പോഴേ തന്നെ എനിക്ക് അതിൻ്റെ വേദന കുറയാൻ തുടങ്ങി. ഞാൻ വിശ്വാസത്തോടെ അതിനെ തന്നെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വേദന കുറയാൻ തുടങ്ങി. ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അത് പൂർണ്ണമായിട്ടും അത് കരിഞ്ഞു. ഒരു മരുന്നും പിന്നീട് ഉപയോഗിച്ചില്ല. ഇപ്പോഴും ഒരു കുഴപ്പവുമില്ല, പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു. എൻ്റെ ദൈവം, അമ്മ മാതാവും ഉണ്ണീശോയും ആ ഭവനത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ എത്രമാത്രം എന്ന് പറഞ്ഞാൽ മതിയാവില്ല. കാരണം ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഇവിടുത്തെ ആരാധനയും പ്രാർത്ഥനകളും എല്ലാം ഒത്തിരി ഞങ്ങൾക്ക് ഫലം ചെയ്തു, ഒത്തിരി ഞങ്ങളെ അനുഗ്രഹിച്ചു, കരം പിടിച്ച് നയിച്ചു. അല്ലെങ്കിൽ ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു, ആ ഒരു അവസ്ഥയായിരുന്നു. അമ്മ മാതാവ് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു, കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. ഇനി അനേകർക്ക് കാരണം സാക്ഷ്യങ്ങളും ഈ ആരാധനയൊക്കെയാണ് ഞങ്ങളെ ശക്തിപ്പെടുത്തിയത്. അതുപോലെ ഒത്തിരി എല്ലാവരും ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛന് ഞങ്ങൾ ഒത്തിരി നന്ദി അർപ്പിക്കുന്നു. ഇവിടെ എല്ലാം ഞങ്ങൾ വിളിച്ചു ചോദിക്കുമ്പോൾ ഞങ്ങളെ പ്രാർത്ഥന സഹായം തന്ന എല്ലാവർക്കും ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ഇനിയും എല്ലാം നന്ദിയോടുകൂടി എപ്പോഴും ഞങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കും. മോന് ഇവിടെ മാംഗ്ലൂരായിരുന്നു, ഇപ്പോൾ വീട്ടിൽ ലീവിന് വന്നിട്ടുണ്ട്. ഇനി അടുത്ത തിയോളജിക്കാണ് ഉടുപ്പിട്ട് പോകാനുള്ളത്. ഓക്കെ, പ്രിയമുള്ളവരെ, വളരെ വലിയൊരു സാക്ഷ്യമാണ്. അതായത് സെമിനാരിൽ പഠിക്കുന്ന മകൻ 9 വർഷം പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോഴാണ് റിജക്റ്റ് ചെയ്യപ്പെടുകയാണ്. പക്ഷേ ഇവിടെ ഷേർലി ചെയ്തൊരു കാര്യമുണ്ട്. ഷേർലി പറഞ്ഞു, ഷേർലി കൃപാസനത്തിൽ വന്നു. ലോക്ക്ഡൗൺ ആയിട്ട് പോലും കൃപാസനം സജീവമാണ്, പരിശുദ്ധമ്മ കൂടെയുണ്ടെന്നുള്ള ശക്തിയാണ്. ഉടമ്പടിയുടെ പ്രത്യേകത അത് തന്നെയാണ്. ഉടമ്പടി എന്ന് പറഞ്ഞാൽ പുറപ്പാട് 33:10. ദൈവം കൂടെ വരും, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അത് ഓൺലൈൻ ഉടമ്പടി എടുത്തവരാണെങ്കിലും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത എല്ലാവരും തിരിച്ചറിയേണ്ട ഒരു സത്യമാണ്. അതാണ് ഷേലിയുടെ ജീവിതത്തിൽ. മകൻ വന്നില്ല, പക്ഷേ മകന് വേണ്ടി ഷേലിയാണ് വന്നത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോകുമ്പോൾ ആലപ്പുഴ ജില്ല വിടുന്നതിന് മുമ്പ് തന്നെ പരിശുദ്ധമ്മ ഉത്തരം കൊടുക്കുകയാണ്. 2 അഭിബന്ധ പിതാക്കന്മാരും മകന് സെമിനാരിലേക്ക് സ്വീകരിക്കുന്ന ലെറ്റർ കൊടുക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. ഇപ്പോൾ ഷേലി ചെയ്തത് എന്താ? അത് മത്തായിയുടെ സുവിശേഷം 6:33, ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കുക, അവൻ്റെ നീതി അന്വേഷിക്കുക. എന്തെല്ലാം പ്രതിബന്ധങ്ങളുടെ നടുവിലും ഷേലി ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ച് ബാക്കിയെല്ലാം ദൈവം കൂട്ടിച്ചേർത്ത് കൊടുക്കുകയാണ്. കൃപാസനത്തിൽ നിന്ന് ഉയരുന്ന ഓരോ പ്രാർത്ഥനകൾക്കുമുള്ള ശക്തി അതാണ്. ഷെലി പറഞ്ഞു, അച്ഛൻ്റെ വചനപ്രഘോഷണങ്ങൾ ഞാൻ കൂടെ മഞ്ഞത്ത് പോലും ഇരുന്ന് ജോലി ചെയ്യുന്നതിനിടയിൽ പോലും കേട്ടുവന്നാണ്. യോഹന്നാൻ പറയുന്നത് കർത്താവിൻ്റെ വചനമാണ്, എൻ്റെ വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. യോഹന്നാൻ 7:38. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മ ശക്തിയാണ് ഉടമ്പടി ചെയ്ത ഈ മകളുടെ നിയോഗങ്ങളുടെ മേൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചത്. 2ാമത്തെ മകനെയും സ്പർശിച്ചു, ഷേലിയുടെ അസുഖത്തെ സ്പർശിച്ചു, കുടുംബത്തിന് സമാധാനം നൽകി. ഈ ശുശ്രൂഷ ഇപ്പോൾ കണ്ട് പ്രാർത്ഥിക്കുന്നവർ
നിങ്ങളുടെ ഉത്തരം കിട്ടാത്ത കുറേ ചോദ്യങ്ങൾ, ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകൾ, നിരവധി തവണ ദൈവത്തിരുസന്നിധിയിൽ അപേക്ഷിച്ച പ്രാർത്ഥനകൾ, ഉടമ്പടി ചെയ്തിട്ടുള്ള നിയോഗങ്ങൾ, ഉടമ്പടി പുതുക്കി ചെയ്തിട്ടുള്ള നിയോഗങ്ങൾ, ഇങ്ങനെ എല്ലാ നിയോഗങ്ങളും ഇപ്പോൾ നിങ്ങൾ ഓർക്കണം. ഇത് വലിയ അഭിഷേക സാക്ഷ്യമാണ്. വിളിച്ചാൽ വെളിപ്പുറത്ത് പരിശുദ്ധമ്മ, കൃപാസനത്തിൽ പ്രത്യക്ഷയായ പരിശുദ്ധമ്മ ഉണ്ടെന്ന് ഉറപ്പിക്കുന്ന സാക്ഷ്യഫലകമാണ് ശരിയുള്ളത്. നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.